ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് വെറും 10 മിനിറ്റിൽ ചോറിന് പറ്റിയ ഒരു അടിപൊളി സൂപ്പർ ഉരുളക്കിഴങ്ങ് ഉപ്പേരി തയ്യാറാക്കാം. ചിലയിടങ്ങളിൽ ഇതിനെ മെഴുക്കുരട്ടി എന്നൊക്കെ പറയൂട്ടാ. നമ്മുടെ കുറച്ച് ചേരുവകൾ മാത്രം മതി, പക്ഷെ രുചി എന്ന് പറയാൻ ഗംഭീരമാണ് കേട്ടോ. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് ഞാൻ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് നന്നായി തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഒരു 3-4 വട്ടം നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ. വേവിച്ചെടുക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മുങ്ങിക്കെടുക്കുന്ന പാകത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം ഒരു 6 മിനിറ്റ് മാത്രം ഇത് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 6 അല്ലി വെള്ളുള്ളി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക്, പെരിഞ്ചീരകം ലേശം ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു 85% ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത്രയും മതി. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന ഒരു സമയമുണ്ട് കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ നന്നായിട്ട് തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു 85% ആണ് കേട്ടോ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളൂ. വേവിച്ചെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ വെള്ളം ഒന്ന് വറ്റണം. അതുപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഒന്നും കൂടി നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. വേണമെന്നുള്ളവർക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ചോറിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി നമുക്കിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾക്ക് എന്നെ ഫോളോ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.